ഇവിടെ നിൽക്കുകയാണ്. ഇതാണിപ്പോൾ വണ്ടി എൻ്റെ TN77R3944. വണ്ടി ഇങ്ങനെ കൊണ്ട് ഞാനിപ്പോൾ കമ്പനിയിൽ വന്നു വണ്ടികളെടുക്കണണ്ട. ഇത് പുതിയ വണ്ടി കേട്ടാ. ഇത് പുതിയ വണ്ടിയിട്ട് ഇപ്പോൾ പെയിൻ്റൊക്കെ അടുപ്പിച്ചാണ് കമ്പനിയിൽ. അതുപോലെ അടിക്കാൻ വേണ്ടിയിട്ടാണ് എൻ്റെ വണ്ടി ഇവിടെ കൊണ്ടിട്ടേക്കണത്. ഈ കളർ മാറ്റി വൈറ്റ് കളർ അടിക്കും. അവിടെ പണിക്കാർ പെയിൻറ്റിങ് കമ്പനിയിൽ അങ്ങനെ പരിപാടി ഉണ്ട്. അത് നമ്മുടെ ഇഞ്ചൻ റൂം. മഴ ചാറി മഴയാണ്. മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. എടുക്കണം വണ്ടി അതുപോലത്തെ കളറാക്കണം എൻ്റെ വണ്ടിനെ. വണ്ടികളെടുക്കേണ്ടത് ഇത് പുതിയ വണ്ടിയാണ്. ഇനിയൊരു 5 വണ്ടി അപ്പുറത്ത് കിടക്കുന്നുണ്ട് വേറെ പുതിയ വണ്ടി. എവിടെയൊക്കെ ഇങ്ങനെ സിമെൻ്റ് ഇട്ടതിൻ്റെ വലിയ കലാപില്ല. മഴ ചാറണുണ്ട്. ഇത്ര നേരം ഇവിടെ കുരങ്ങന്മാരുണ്ടായിരുന്നു, ഒക്കെ പോയി. പെയിൻറ്റിങ് കറക്റ്റ് ഡിസ്റ്റൻസിലാണ് വണ്ടി ഇട്ടേക്കണ. അവൻ തല കുമ്പിട്ടേക്കണവൻ. അവനാകെ തല കുമ്പിട്ട് ഇങ്ങനെ മാത്രമേ ഉള്ളൂ. വേണ്ട ഈ പെയിൻ്റ് അടിക്കണതെന്ന്. ഈ പെയിൻ്റാണ് അടിക്കാൻ പോണത്. ഇവിടെ ആ പേര് എഴുതണം. അതൊക്കെ എടുക്കേണ്ടത്. അതാകുമ്പോൾ വല്ലാണ്ട് ഓരോ പിടിക്കാനൊന്നും വരില്ല. കൊണ്ടിട്ടേക്കാണ്. നല്ല മഴയാണ്. മഴ പെയ്തുകൊണ്ടിരിക്കും. ഞാൻ പെട്ടു എന്ന് വെച്ച് കഴിഞ്ഞാൽ കുളി കഴിഞ്ഞ് വന്ന് നിൽക്കുകയാണ്. കൊട്ടിട്ടുണ്ടാവും. ഇതിനിപ്പോൾ മാറ്റി വെള്ള കളറാക്കും. ആ പേര് എഴുതും. ഭാരത് ബെൻസ വണ്ടി. ഇത് പൊക്കി വെച്ചങ്ങനെ പെയിൻറ് ചെയ്യണട്ടാ. ഇതൊക്കെ വെള്ളടിക്കണം. അതിനാണ്ട് പൊക്കി വെച്ചേക്കണ. നല്ല മഴ സൂപ്പർ മഴയാണ്. പോണ പറഞ്ഞ ശല്യോ. ഞാനിപ്പോൾ ആ വണ്ടിയിലാണ് ഭക്ഷണമൊക്കെ കൊണ്ട് വെച്ചേക്കണത്. ഇതിന് വെക്കാൻ പറ്റില്ല, തുറക്കാൻ പറ്റില്ലത്. അപ്പോൾ കിടക്കണ ടാറ്റയുടെ വണ്ടിയിലാണ് കൊണ്ട് വെച്ചേക്കണേ ഞാൻ ഭക്ഷണമൊക്കെ. ഇതിൽ എവിടെ വയ്ക്കാനോ ഇവിടെ പുറത്തൊക്കെ വെച്ചെടുത്തുകൊണ്ട് പോയി. കാഞ്ഞ വിദ്വാരല്ല അവർ ഇരിക്കുന്നത്. 2 പേര് കെട്ടിപ്പിടിച്ചിരിക്കുകയാണ്. നോക്കണമെന്ന് തോന്നുന്നു. അവർ 2 പേര് നല്ല സ്നേഹത്തോടു കൂടി വാലൊക്കെ മതിലിൻ്റെ അടിയിലേക്ക് തൂക്കിയിട്ട് ഇരിക്കണം. എന്ത് വേദനന്മാരെന്നറിയോ അങ്ങനെ ഇരിക്കണം. കൂട്ടണ്ട. 2 പേരവിടെ ഇരിക്കുന്നുണ്ട്. സൂക്ഷിച്ച് നോക്കിയാൽ കാണാടാ. നല്ലോണം സൂക്ഷിച്ച് നോക്കണം. പോണ് 2 ഇണക്കുരുവികൾ പോയിക്കൊണ്ടേയിരിക്കുകയാണ്. പോണേ അതിൻ്റെ പിന്നാലെ വേറണം. ഭയങ്കര ശല്യമോ. വണ്ടിയിൽ എന്തെങ്കിലും വെച്ചാൽ അപ്പ ആക്കിയിട്ട് പോകും. അവിടെ ബാത്റൂമും കാര്യങ്ങളൊക്കെയാണ്. ആ കുളി കഴിഞ്ഞ് വന്ന് നിൽക്കുന്ന സമയത്ത് ഈ മഴയും പെയ്തു. അടിപൊളിയായി.
ഭക്ഷണം മേടിച്ച് വണ്ടി കൊണ്ടുവച്ചൊക്കെ മഞ്ഞപ്പൊടി, കപ്പലണ്ടി, പിന്നെ പൊട്ടുകടല, വേപ്പല, മുളകിന് നമ്മുടെ ചുവന്ന മുളകില്ലേ അതിനെ വറുത്തിട്ട് അതൊക്കെ ഇട്ടിട്ട് കാച്ചി അങ്ങനത്തെ ഭക്ഷണം, ചോറ്, വേറെ റൈസ്. നമ്മളവിടെ കിട്ടില്ല, കിട്ടായിരിക്കും ചില കർണാടക തമിഴ്മാർ അങ്ങനെ നടത്തുന്ന കടയിലൊക്കെ അങ്ങനെ ഉണ്ടാക്കി വെക്കും. കുഴപ്പമില്ല, അത് മേടിച്ചു. ആ വണ്ടി കൊണ്ട് വെച്ചേക്കാണ്. അതിൻ്റെ പിന്നിലുള്ള കമ്പനി അടുത്തത് സെക്യൂരിറ്റി ഓഫീസാണോ മഞ്ഞ. അവിടെ ഇരിക്കാൻ ആ ചേട്ടൻ മഴയാണ്, വീടി പിടിച്ചാണ്. മഴ തന്നെ അല്ലേ, ആൾ കയറി കുത്തിരി നനയണ്ടല്ലോ വെച്ചിട്ട്. ഇവിടെ അങ്ങനെ വല്ലാണ്ട് അങ്ങനെ പെയ്യാറില്ല, പെയ്ത് പോകും. പക്ഷെ പെയ്ത് കഴിഞ്ഞാൽ അതങ്ങനെ തന്നെ നിൽക്കും. ഇതെന്തിലെങ്കിലൊക്കെ അവസാനിപ്പിക്കും. നല്ല തടിയായിട്ട് ഈ കിടക്കണേ. ഓക്കെ, തേക്കിൻ്റെ ആണോ ഈട്ടിയാണ്, തേക്കണം തോന്നുന്നു, ഈട്ടിയാണോന്ന് അറിയില്ല. പണ്ടത്തെ സിനിമ തിയേറ്ററിലൊക്കെ ഉണ്ടാവും ഈ തടികൾ, തൂണായിട്ടും ഇതൊക്കെ ആയി. ഇതൊക്കെ കണ്ടപ്പോൾ ഓർമ്മ വന്നത്. അങ്ങനെയാണ് ദിവസങ്ങൾ ഇങ്ങനെ ആയത്. ഈ വണ്ടിയിലെ ഭക്ഷണം ഇരിക്കുന്നത് സുഹൃത്തുക്കളെ കാണിച്ചു തരാട്ടെ. ഞാൻ 5 പുതിയ വണ്ടി, ഗ്യാസിൻ്റെ വണ്ടി 5 എണ്ണം എടുത്തുകൊണ്ട് ഇവരെ പെയിൻ്റ് അടിച്ച്, കമ്പനിയുടെ പെയിൻ്റ് അടിച്ചിട്ട് ഈ കമ്പനിയിൽ ഓർണമെങ്കിൽ അങ്ങനെ ഈ പേര് എഴുതണം, സഫ് എക്സ്പ്രസ് എന്നാ ഈ പേര് എഴുതാലേ ഓടാൻ പറ്റുള്ളൂ. കിടക്കണ്ട ചെറിയ വണ്ടികൾ 1 2 3 4 5 വണ്ടി കിടക്കുന്നത്. 5 വണ്ടിയും ആ കാണാണ് കമ്പനി, നമ്മുടെ വണ്ടി കിടക്കുന്നത് പെയിൻറ്റിങ്ങിന്. നമ്മുടെ വണ്ടി കൂട്ടിക്കയറ്റിയിട്ടൊക്കെ പെയിൻറ്റിങ്ങിന് വേണ്ടിയിട്ട്. അത് കാണുന്ന കമ്പനിയാണ്, അതിൻ്റെ അപ്പുറത്തും ഉണ്ട് കേട്ടോ ഗോഡൗൺ. അപ്പോൾ ശരി എന്നാൽ ഓക്കെ.